വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് പിന്നാലെ പുനഃസംഘടനയിലെ അതൃപ്തി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ കെപിസിസി നേതൃത്വം സജീവമാക്കി. സെക്രട്ടറിമാരുടെ പട്ടിക പുറത്തിറക്കുന്നതിന് മുന്നേ തന്നെ നിലവിലെ പുനഃസംഘടനയിൽ അതൃപ്തി പ്രകടിപ്പിച്ച കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളുമായി നേതൃത്വം കൂടുതൽ ആശയവിനിമയം നടത്തും. UDFന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനത്തിന്റെ അവസാന നിമിഷത്തിലെങ്കിലും കെ മുരളീധരനെ എത്തിക്കാനായത് നേതൃത്വത്തിന് ആശ്വാസമായിട്ടുണ്ട്. കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടി കുറെ വർഷങ്ങൾക്ക് ശേഷം പാർട്ടിയുടെ ഒരു പുനഃസംഘടന വന്നപ്പോൾ 100% എല്ലാവർക്കും തൃപ്തിയുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ അധികമായ അതൃപ്തിയുമില്ല. നേരിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കുകയും ചെയ്യും. ഇല്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, കെപിസിസി പുനഃസംഘടനയ്ക്ക് പിന്നാലെ എല്ലാവരും പൂർണ്ണ തൃപ്തരല്ല എന്ന് തുറന്ന് സമ്മതിക്കുകയാണ് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ്. എന്തായാലും ഓരോ നേതാക്കളും പ്രകടിപ്പിച്ച അതൃപ്തി അത് പരിഹരിക്കാനുള്ള ശ്രമം നേതൃതലത്തിൽ ഉണ്ടാകുമെന്ന് അറിയുന്നു. കെ മുരളീധരൻ ഉൾപ്പെടെ ആരെയൊക്കെയാണ് ഇനി നേരിൽ കണ്ട് കൂടുതൽ ആശയവിനിമയം നടത്തുക? ദിവ്യ, പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട പല കോൺഗ്രസ് നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. അവരൊന്നും പക്ഷേ ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ പടിവാതിക്കലെത്തി നിൽക്കെ പ്രതികരിച്ച് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലേക്ക് ആക്കേണ്ട എന്ന് കരുതി മാത്രമാണ് പരസ്യ പ്രതിഷേധവുമായി പ്രസ്താവനയുമായി ഒന്നും എത്താതിരുന്നത്. പ്രസ്താവനയ്ക്ക് ഒരുങ്ങിയില്ലെങ്കിലും പ്രതിഷേധത്തിന് എത്തിയത് കെ മുരളീധരൻ മാത്രമാണ്. കഴിഞ്ഞ ദിവസം പന്തളത്തെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് തന്റെ പ്രതിഷേധം പ്രകടിപ്പിക്കാനായിരുന്നു കെ മുരളീധരൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ അത് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് മനസ്സിലാക്കി കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതാക്കളൊക്കെ മുരളീധരനുമായി സംസാരിക്കുകയും അങ്ങനെ ആ പ്രതിഷേധത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയും ചെയ്യുകയാണ്. ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടി അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുത്തു. പക്ഷെ അങ്ങനെയൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും അദ്ദേഹം മുന്നോട്ട് വെച്ച ചില പ്രശ്നങ്ങളുണ്ട്, ചില പരാതികൾ, ആവലാതികളൊക്കെ ഉണ്ട്. അത് പരിഹരിക്കാം, അതിൽ സമവായം ഉണ്ടാകുമെന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം നിർദ്ദേശിച്ച ഒരൊറ്റ KPCC ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ആ ആളെ KPCC ജനറൽ സെക്രട്ടറിയായി ഉൾപ്പെടുത്താം എന്നൊരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല KPCC സെക്രട്ടറിമാരുടെ മറ്റും ലിസ്റ്റ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കുറെ കൂടി പരിഗണന നൽകാം എന്ന ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 22-ാം തീയതി KC വേണുഗോപാൽ കെ മുരളീധരനെ വീട്ടിലെത്തി കാണുകയും ചെയ്യും. അടുത്തത് കെ സുധാകരനാണ്. സുധാകരനെ സംബന്ധിച്ച് മുൻ KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മാത്രമല്ല, അദ്ദേഹം പ്രോട്ടോകോൾ സമിതി അംഗം കൂടിയാണ്. എന്നിട്ടും അദ്ദേഹം നിർദ്ദേശിച്ചത് ഒരാളുടെ പേരാണ്. ആ ഒരാളെ പോലും പക്ഷേ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിൽ കണ്ണൂരിൽ 3 പേരെ KPCC പട്ടികയിലേക്ക് എടുത്തു. അതിൽ 2 പേർ A ഗ്രൂപ്പിൽ നിന്നും, ഒരാൾ രമേശ് ചെന്നിത്തല വിഭാഗത്തിൽ നിന്നുമാണ്. അദ്ദേഹം നിർദ്ദേശിച്ച ഒരാളെ പോലും ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ കൃത്യമായി പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അമർഷം വ്യക്തമായിരുന്നു. ഇത്ര സന്തോഷം നൽകിയ ഒരു ഭാരവാഹി പട്ടിക ഇതുവരെ വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് കൃത്യമായ പരിഹാസമാണ്, പ്രതിഷേധമാണ്. ചാണ്ടി ഉമ്മനുമുണ്ട് പ്രതിഷേധം, പ്രശ്നങ്ങൾ, അതും പരിഹരിക്കും. പിന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഷമാ മുഹമ്മദാണ്. പക്ഷേ ഷമാ മുഹമ്മദിന്റെ പ്രതിഷേധത്തിന് അത്രമേൽ ചെവി കൊടുക്കേണ്ടതില്ല എന്ന് നേതൃത്വം തത്വത്തിലൊരു തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പുതിയ KPCC ഭാരവാഹി പട്ടികയിൽ ഇവരെയൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിഷേധമുള്ള ആളുകൾക്ക് പരിഹരിച്ച ശേഷമേ സെക്രട്ടറി പട്ടിക പുറത്തു വരികയുള്ളൂ. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ദീപാദാസ് മുൻഷി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. KC വേണുഗോപാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 22-ന് ചർച്ച നടത്തുന്നുണ്ട് മുരളീധരനുമായി. തൊട്ട് പിന്നാലെ തന്നെ ദീപാദാസ് മുൻഷി കേരളത്തിലെത്തും. അതൃപ്തിയുള്ള നേതാക്കളെ കാണും, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും. അതിനുശേഷം ആയിരിക്കും ഒരു പട്ടിക ഉണ്ടാക്കുക. മാത്രമല്ല, ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന പട്ടികയെക്കുറിച്ച് പോലും വലിയ തോതിലുള്ള ആക്ഷേപമുണ്ട്. അത് വലിയ നീണ്ട ഒരു ജംബോ പട്ടികയാണ്. ആ പട്ടിക അത്രമേൽ വലിയൊരു ജനറൽ സെക്രട്ടറി പട്ടിക വേണമായിരുന്നോ എന്ന ചോദ്യം കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, KC വേണുഗോപാൽ പക്ഷത്തിന് വലിയ പ്രാതിനിധ്യം ലഭിക്കുന്ന ഒരു പട്ടികയാണ് പുറത്തു വന്നതെന്ന ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. എന്നാലും പക്ഷേ ഇതിന്റെ കൂടെ KPCC സെക്രട്ടറിമാരുടെ അടക്കമുള്ള പട്ടിക കൂടി വരുന്നതോടുകൂടി അത് എത്ര വലിയ പട്ടികയായി മാറുമെന്ന് കാത്തിരുന്നൊക്കെ കാണേണ്ടി വരും. എന്തായാലും ആ പട്ടിക ഒരല്പം വൈകും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തഴഞ്ഞതിലും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മനെ ഒഴിവാക്കിയതിലുമൊക്കെ അവഗണിച്ചതിലുമൊക്കെ സഭ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ. സഭയ്ക്കും കടുത്ത മറുപടി തന്നെയാണല്ലേ സണ്ണി ജോസഫ് നൽകുന്നത്? തീർച്ചയായും അതെ. അത് കുറെ കൂടി ശക്തമായ മറുപടിയാണ് സഭയ്ക്ക് നൽകുന്നത്. ഒരുപക്ഷെ സാധാരണഗതിയിൽ KPCC പ്രസിഡന്റുമാരെ UDFന്റെ നേതാക്കളൊന്നും
അങ്ങനെ അത്ര ശക്തമായ ഒരു സമുദായ നേതാക്കൾക്കെതിരെ പ്രതികരിക്കുന്നില്ല. പക്ഷേ സണ്ണി ജോസഫ് പറഞ്ഞത് സഭാധ്യക്ഷന്മാരുടെ അനുമതി വാങ്ങിയല്ല കോൺഗ്രസ് ഏതെങ്കിലും ഘട്ടത്തിൽ ഭാരവാഹികളെ നിശ്ചയിക്കുന്നത്, തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അത്തരം പരാമർശങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നില്ല എന്നാണ്. മാത്രമല്ല ഇപ്പോൾ നോക്കൂ, അബിൻ വർക്കിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വലിയ അമർഷങ്ങളും അതൃപ്തികളും ഒക്കെ ഉണ്ട്. അതൊന്നും പക്ഷേ ഒരു രേഖ കടന്ന്, അതൊരു അതിർത്തി കടന്നും അങ്ങോട്ടേക്ക് വന്നില്ല. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ വരുന്ന KPCC ജനറൽ സെക്രട്ടറി പട്ടികയിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിലാണ് ഒരു വിഭാഗം നേതാക്കളെങ്കിലും വലിയ അതൃപ്തി പരസ്യമായോ കുറേ നേതാക്കൾ രഹസ്യമായോ ഒക്കെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ആ അതൃപ്തിയൊക്കെ പരിഹരിച്ചുകൊണ്ട് ആ പുതിയ പട്ടിക വരും. ആ പട്ടിക എന്ന് വരുമെന്നത് കാത്തിരുന്ന് എന്തായാലും KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പലർക്കും ഉണ്ടായിട്ടുള്ള അതൃപ്തി പരിഹരിക്കാൻ തന്നെയാണ് നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. ദീപാദാസ് മുൻഷി കേരളത്തിലെത്തും. കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ആശയവിനിമയം നടത്തും.